ഗ്രൈൻഡിങ്. അപ്പോൾ കുറേ കാര്യങ്ങൾ ഞാൻ എൻ്റെ വേൾഡ് ചെയ്തിട്ടുണ്ട്. സോ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ. സോ ഫസ്റ്റ് തന്നെ ഞാൻ വിചാരിക്കുന്നത് ഈ ഒരു സ്ഥലം പൊട്ടിച്ചിട്ട് നമുക്കൊരു ഒരു ഒരു ബിൽഡ് ആക്കാമെന്നാണ്. കാരണം ഒരു ബിൽഡിനകത്ത് നിൽക്കുന്ന മൈനിങ് ഏരിയ അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനാദ്യം ഞാൻ ഇവിടെ ഇപ്പമുള്ള ഇത് സെറ്റപ്പൊക്കെ ഒന്ന് പൊട്ടിച്ച് കളയുന്നുണ്ട്. പിന്നെ എൻ്റെ ഒരു പ്ലാനൊന്നുമില്ല. സോ പ്ലാനൊന്നും ഇല്ലാതെ വെറുതെ ആയിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെയുള്ള ഇതെല്ലാം അങ്ങ് ആദ്യം പൊട്ടിച്ച് കളയാം കേട്ടോ. എന്നിട്ട് നമുക്ക് ബാക്കി നോക്കാം. പിന്നെ ഇതെൻ്റെ പുതിയ പെറ്റാണ്. കുറേ പെറ്റ്സ് ഇപ്പോൾ വന്ന് കൂടുന്നുണ്ട്. എനിക്ക് കൊല്ലാനും തോന്നുന്നില്ല, വളർത്താനും തോന്നില്ലാത്തൊരവസ്ഥയാണ്. സോ എന്തായാലും നമുക്ക് ആദ്യം ഇവിടെ ഉള്ളതെല്ലാം പൊട്ടിച്ചളയാം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പുതിയതായിട്ട് ഒരു പാണ്ട ഹൗസ് അല്ലെങ്കിൽ പാണ്ടയ്ക്ക് ഒരു വീട് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. കുറേ പാണ്ട ഉണ്ടായിരുന്നു, പക്ഷെ ഇവിടെ കൊണ്ടുവരുന്ന തിരക്കിന് ഇപ്പോൾ ഒരെണ്ണേ ഉള്ളൂ. അപ്പോൾ ഇതാണ് കേട്ടോ, ക്യൂട്ടാണ്. കണ്ടോ, ക്യൂട്ട്നെസ് വാരി വിതറുന്ന ഒരുത്തനാണ് ഗൈസ്, കണ്ടോ. അപ്പോൾ ഇത് ഉണ്ട്. ഇനി ഇതിനൊരു പേരിനെയും കൂടെ വേണം. കിട്ടുന്നതിനനുസരിച്ച് അതിനകത്ത് കൊണ്ടിടാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതവിടെ ഫുള്ള് സെറ്റാക്കിയിട്ടുണ്ട്. നമ്മൾ പൊട്ടിച്ച് കളഞ്ഞു. ഇനി ഇതിന് മോൾഡൊരു ബിൽഡ് പണിയണം. എനിക്കൊരു പ്ലാനൊന്നുമില്ല. സോ ഞാൻ സാധാരണ ഒരു വീട് പോലെ അങ്ങോട്ട് ക്രിയേറ്റ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം ഞാൻ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയി സംസാരിക്കുന്നില്ല, ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അടുത്ത് റൂഫിൻ്റെ പണിയാണ്. സോ ഞാൻ ഒട്ടും പ്രൊഫഷണൽ അല്ല. സോ ഐ ഡോണ്ട് നോ ഹൗ ടു ബിൽഡ് എ പ്രോപ്പർ മേൽക്കൂര. സോ ഞാൻ അതിനും കുറേ ടൈം എടുത്തിട്ടാണ് പണിയുന്നത്. സോ എന്തായാലും കാണിച്ചു തരാം ഫൈനൽ ലുക്ക് എങ്ങനെയാണ്. സോ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് നമ്മുടെ ആ ഒരു ബിൽഡിൻ്റെ. അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ ഇപ്പോഴത്തെ ഒരു ലുക്ക് വരുന്നത്. ആൻഡ് ഐ ഡോണ്ട് നോ ഹൗ എങ്ങനെയുണ്ട് ലുക്കിംഗ് എന്നുള്ളത്. സോ എന്തായാലും ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ലുക്ക് വരുന്നത്. സോ ഞാൻ കുറച്ചും കൂടി സെക്യൂർഡ് ആക്കി, മീൻസ് ക്രീപ്പറൊക്കെ വരുമ്പോൾ എന്നെ കാണാണ്ടിരിക്കാൻ. അപ്പോൾ അതുകൂടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഏകദേശം സെറ്റായി തോന്നുന്നു. ഇനി നമുക്കൊരു കൂടുണ്ടാക്കണം. അതായത് ഈ ഒരു കൂട് പോലെ ഒരു കൂട് എന്തിന് ഇടാനാണെന്ന് ചോദിച്ചാൽ എനിക്ക് മറ്റേ സാധനമുണ്ട്, ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പം ഇവിടെ ആയിട്ട് പണിയാമെന്നാണ് വിചാരിക്കുന്നത്. ഇവിടെ ഒരു ചെറിയ സർക്കിൾ മേക്ക് ചെയ്തിട്ട് അവിടെ ഉണ്ടാക്കാതാണ്. അപ്പോൾ എന്ത് സാധനത്തിനെയാണ് നടാനല്ല വളർത്താൻ പോകുന്നത് ചോദിച്ചാൽ, ഒരു പൂച്ചയാണോ കടുവയാണോ ഈ ഒരു സാധനം ഉണ്ടല്ലോ, ഇതിനെ ആണ് എനിക്ക് വളർത്താനൊരിത്. അപ്പോൾ അതൊക്കെ എൻ്റെ പെറ്റ്സ് ആണോ എന്ന് ചോദിച്ചാൽ അറിയില്ല. പക്ഷെ ഇവിടെ വളർന്നു കഴിഞ്ഞപ്പോൾ സ്പോൺ ആയപ്പോൾ പിന്നെ കൊല്ലാൻ തോന്നിയില്ല. സോ എപ്പോഴത്തെ പോലെ തന്നെ ഒരു സർക്കിൾ ക്രിയേറ്റ് ചെയ്തു, അത്രയുള്ള അതാണ് മെയിനായിട്ട് കാണിക്കാണ്ടിരുന്നത്. പിന്നെ അതിൻ്റെ മുകളിലുള്ള ഡെക്കറേഷൻ പരിപാടി ഞാൻ ഓരോ സർക്കിളിലും വേറെ വേറെ രീതിയിലാണ് ചെയ്യുന്നത്. കാരണം കാണാനുള്ള രസത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി നമുക്ക് ആ ഒരു സാമാനത്തിനെ അവിടെ കൊണ്ടുപോയി ഇടണം. അപ്പോൾ അത് കറക്റ്റ് എന്ത് സാധനമാണ്, പുലിയാണോ ആണോ, പൂച്ചയെ പോലെ ഉണ്ട് പക്ഷേ പുലിനെ പോലെ ഉണ്ട്. എന്താണെങ്കിലും നമുക്ക് അതിനെ വലിച്ചെടുത്തുകൊണ്ട് അപ്പുറത്ത് ആ ഒരു കൂട്ടിക്കൊണ്ടാൽ ഇടാന്നുള്ളത് ഏറ്റവും വലിയ ടാസ്ക്കാണ്. സോ കണ്ടോ, കയറ് പൊട്ടിപ്പോവുക, അത് ചാടിപ്പോവുക, പിന്നെ താഴെ ബോർഡിൽ പോവുക, അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. സോ അടിപൊളി. ഓടിനെ പിടിക്കാൻ പോയതാണതാ, താഴോട്ട് പോയിട്ടുണ്ട്. അങ്ങനെ അതിൻ്റെയും ഒരു പേര് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ പുതിയൊരു ആടിനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിനെ ഞാൻ ഒരു കൂടിനകത്തേക്ക് ഇടണം. അതിന് മുന്നേ ഇവിടെ നിന്ന് ഒതുക്കി ജസ്റ്റ് പറന്ന് പോകാത്ത രീതിയിൽ ഒന്ന് മാറ്റി വെക്കണം. ബിക്കോസ് ഇത് ഭയങ്കര ചാട്ടക്കാരിയാണല്ലോ, അറിയാമല്ലോ. ആൻഡ് ഇതാണ് എൻ്റെ പുതിയ പെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് പറ്റിയൊരു പേര് നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക. ഇവിടെ കുറേ പെറ്റ്സ് ഉണ്ട്, പക്ഷെ എന്നാലും അവരൊക്കെ ഞാൻ വളർത്തുന്നത് അത്രമാത്രം. പക്ഷേ ഈ ഒരു ബോട്ടായിരിക്കും എൻ്റെ മെയിൻ പെറ്റായിട്ട് വരാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതാ നമുക്ക് ഒരു പേരിനെയും കൂടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാ വേണ്ട, 2 പേരായി. ഇനി നമുക്ക് കുറച്ച് ആർമർ സെറ്റ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ വിചാരിച്ചു അയൺ ആർമർ സെറ്റാക്കാമെന്ന്. പിന്നെ നമ്മുടെ കുറേ ഡയമണ്ട്. സോ ഐ എം ഗോയിങ് ടു ക്രിയേറ്റ് ഫുൾ ഡയമണ്ട് ആർമർ. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊന്നുമില്ല, അതാ കുറേ ഡയമണ്ട് ചെസ്റ്റ് പ്ലേറ്റ്, പാൻറ്, ബൂട്ട്, ഹെൽമെറ്റ്, അങ്ങനെ എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ടൂൾസ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നില്ല, ബിക്കോസ് ഞാൻ അധികം അങ്ങനെ ഫൈറ്റിനൊന്നും പോകുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഒരു ആർമർ മാത്രമാണ് ഉണ്ടാക്കിയത്. എനിക്ക് ആക്ച്വലി ഈ ഒരു ആർമർ ഇടാൻ വലിയ ഇഷ്ടമില്ല, കാരണം എൻ്റെ കൊച്ചിൻ്റെ ലുക്ക് പോകുമെന്ന് ആലോചിച്ചിട്ട്. പക്ഷേ ഇതൊക്കെ ഇതിന് വേണ്ടിയിട്ടൊരു
പ്രൊട്ടക്ഷൻ അത്ര വേണ്ടിയിട്ട് ഞാൻ ഇടുന്നു എന്നേ ഉള്ളൂ. പിന്നെ എന്തായാലും കുറച്ച് അധികം എൻചാൻറ്റഡ് ബുക്സ് ഒക്കെ ഉണ്ട്, പക്ഷെ ഞാൻ അതൊന്നും യൂസ് ചെയ്യുന്നില്ല ഇപ്പോൾ തൽക്കാലം. ആർമർ മാത്രം മതി. പിന്നെ നമ്മുടെ പുതിയ മാപ്പ് എന്ന് പറയുന്നത് കാണിച്ചു തരാം ഞാൻ. ഇതിങ്ങനെ ആയിട്ടുണ്ട്. ഇപ്പം ഇത്രയും ബിൽഡും കാര്യങ്ങളൊക്കെ നമ്മൾ നിറച്ചിട്ടുണ്ട്. ആ ഒരു ആനിമൽസിനെ ഇട്ട് വയ്ക്കുന്ന ആ ഒരു കൂടിൻ്റെ ആ ഒരു വട്ടം മാത്രമാണ് ഏകദേശം പൊട്ടതായിട്ടുള്ളത്. ഞാൻ എങ്ങനെയെങ്കിലും അത് അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കി, പക്ഷേ ശരിയായില്ല. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ ലുക്ക് വരുന്നത്. ഓരോ ബിൽഡ് കഴിയുമ്പോൾ ഞാൻ ഇതെടുത്ത് നോക്കാറുണ്ട്. എത്ര നോക്കിയിട്ടും അശോ ചത്ത് ഗൈസ്. എൻ്റെ ഡയമണ്ട് ആർമർ, എൻ്റെ കുറേ സാധനങ്ങളെല്ലാം ഇതിലുണ്ടായിരുന്നു. അയ്യോ, ആരാ ചത്തേ? നിങ്ങൾക്ക് തോന്നിയതായിരിക്കും. ഞാൻ ചത്തിട്ടൊന്നുമില്ല, ഞാൻ ജസ്റ്റ് അവിടെ ഒന്ന് വീഴാൻ പോയി. പക്ഷെ ഞാനത് എങ്ങനെയെങ്കിലും ഞാൻ പിടിച്ച് കയറിയായിരുന്നു. ഇതെങ്ങനെയാണ് നമുക്ക് ഇപ്പോൾ കണ്ടോ, ഫുള്ള് സെറ്റാണ്. എൻ്റെ ഒരു സാധനവും പോയിട്ടൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇപ്പോൾ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും ബൈ. ആൻഡ് പെട്ടെന്ന് തന്നെ അടുത്തടുത്ത വലിയ വലിയ ബിൽഡൊക്കെ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ കുറേ പ്രോഗ്രസ് ചെയ്തു, പക്ഷേ വീഡിയോയിൽ കാണിച്ചിട്ടില്ലെന്നേ ഉള്ളൂ. സോ ബൈ.